ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പശ്ചിമേഷ്യൻ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് US സൈന്യം ഇറാന് നേരെ ശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജോർദാനിലെ US സൈനിക ക്യാമ്പിന് നേരെ അതിരൂക്ഷമായ ആക്രമണമുണ്ടായത്. ഇറാന്റെ പിന്തുണയുള്ള സൈനിക വിഭാഗങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ജോർദാനിലെ US താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. അതിശക്തമായ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ US സൈനികനെ കാണാതായതായും US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 4 സൈനികർ ജോർദാനിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗഹ്സേദ് ഈ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികരുടെ ത്യാഗം അമേരിക്കയുടെ നിശ്ചയദാർഢ്യത്തെ കൂടുതൽ ദൃഢമാക്കുന്നുവെന്നാണ് പ്രതിരോധ സെക്രട്ടറി പ്രതികരിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അവരുടെ കുടുംബങ്ങളെ വിവരമറിയിച്ചിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതോടെ അമേരിക്ക കടുത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ മുതൽ ഇറാന്റെ മണ്ണിൽ US വ്യോമസേന ശക്തമായ ബോംബിംഗ് ആരംഭിച്ചു. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ആണ് ആക്രമണ വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവോടെയാണ് US യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ വ്യോമാക്രമണം പുരോഗമിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ ആക്രമണത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. അതിലൊന്ന് ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയാണ്. അന്താരാഷ്ട്ര വ്യാപാരപാതയായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായും ദുർബലപ്പെടുത്തുക, ജോർദാനിൽ അമേരിക്കൻ സൈനികർക്കെതിരെ ക്രൂരമായ ആക്രമണം നടത്തിയ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് കനത്ത തിരിച്ചടിയും ശിക്ഷയും നൽകുക. ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുകയാണ്. ഇറാന്റെ തെക്കൻ തുറമുഖ നഗരമായ സിരിക്കിൽ US ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ ഹാജിയാബാദിലും US യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു. ഹാജിയാബാദിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സൂചനയെങ്കിലും നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. അമേരിക്കയുടെ ഈ കടുത്ത പ്രത്യാക്രമണത്തോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ നീക്കം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസിന് ഇറാൻ കത്തയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കടുത്ത ആശങ്കയിലാണ് ഈ നടപടി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരാൻ കാരണമായേക്കും. ഇന്ധനവില വർദ്ധിച്ചാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളിൽ കടുത്ത പണപ്പെരുപ്പത്തിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇത് വഴിവെക്കും. ഇതിനകം തന്നെ ഗൾഫ് മേഖലയിലാകെ കപ്പൽ ഗതാഗതത്തിന് US സെൻട്രൽ കമാൻഡ് പ്രത്യേക സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ നേർക്കുനേർ പോരാട്ടം ആഗോള ഇന്ധന വിപണിയെയും രാജ്യാന്തര സുരക്ഷയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ നിർണായകമായിരിക്കും.